ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെ പരിചയപ്പെട്ടത് ജി എസ് ടിയുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ടാക്സ് റേറ്റുകളായിരുന്നു. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് സീറോ റേറ്റഡ് സപ്ലൈ, എക്സംപ്റ്റഡ് സപ്ലൈ. ജി എസ് ടിയുടെ അകത്തുള്ള രണ്ട് രീതിയിലുള്ള സപ്ലൈസ് ആണ് സീറോ റേറ്റഡ് സപ്ലൈയും എക്സംപ്റ്റഡ് സപ്ലൈയും. എന്താണ് സീറോ റേറ്റഡ് സപ്ലൈ, അല്ലെങ്കിൽ എന്താണ് എക്സംപ്റ്റഡ് സപ്ലൈ എന്ന് നമുക്ക് പരിചയപ്പെടാം. അതുകൂടാതെ തന്നെ എന്താണ് സീറോ റേറ്റഡ് സപ്ലൈയിൽ നിന്നും എക്സംപ്റ്റഡ് സപ്ലൈക്കുള്ള ഒരു പ്രത്യേകത എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം പരിചയപ്പെടാൻ പോകുന്നതാണ് സീറോ റേറ്റഡ് സപ്ലൈ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ ബിസിനസ് ജി എസ് ടിയുടെ അകത്ത് വ്യത്യസ്തങ്ങളായിട്ടുള്ള ടാക്സ് റേറ്റുകളാണ് ഉള്ളത്, അല്ലേ? 0.25, 3, 5, 12, 18, 28 ഇങ്ങനെ മുതലായ വ്യത്യസ്തങ്ങളായിട്ടുള്ള ടാക്സ് റേറ്റുകളാണ് ഉള്ളത്. അതിൽ ഒന്നാണ് സീറോ റേറ്റഡ് സപ്ലൈ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. An introduction: any supplies made by a registered dealer as an export both goods and service or supply to and cess qualifies for zero rated supplies in GST. The rate of tax on such supply is zero, or we can say the supplies are tax free. പേരൊന്നുമില്ല, പേര് പോലെ തന്നെയാണ്, സീറോ റേറ്റഡ് ആണ് സപ്ലൈ. അതായത് ഞാനിപ്പോൾ ജി എസ് ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ എൻ്റെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എൻ്റെ ഏതെങ്കിലും ഒരു ഗുഡ്സ് ഓർ സർവീസ് ആയിക്കോട്ടെ, ഇത് ഞാൻ എക്സ്പോർട്ട് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും അതുപോലെ തന്നെ ഞാൻ ഏതെങ്കിലും സ്പെഷ്യൽ എക്കണോമിക് സോണിലേക്ക് വിൽക്കുവാൻ ആഗ്രഹിക്കുകയാണെങ്കിലും ഞാൻ ഇത് വിറ്റ് കഴിഞ്ഞാൽ അവിടെ നിന്ന് കളക്ട് ചെയ്യുന്ന ഗുഡ്സിൻ്റെ പ്രൈസ് ആയിക്കോട്ടെ, അതുപോലെ സർവീസിൻ്റെ പ്രൈസ് ആയിക്കോട്ടെ, അതിൻ്റെ ഒപ്പം ഞാൻ കളക്ട് ചെയ്യുന്ന ജി എസ് ടി ടാക്സ് എന്ന് പറയുന്നത് ഏതായിരിക്കും, എത്ര പെർസെൻറ്റേജ് ആയിരിക്കും? 0% ആയിരിക്കും എന്നാണ് അർത്ഥം. അപ്പോൾ ആ ഗുഡ്സിന് എന്തില്ല, വാസ്തവത്തിൽ ടാക്സ് ഇല്ല, ടാക്സ് കളക്ട് ചെയ്യുന്നില്ല. പക്ഷേയോ അത് ജി എസ് ടി എന്ന് പറയുന്ന ടാക്സ് റേറ്റിൻ്റെ അല്ലെങ്കിൽ ടാക്സ് സിസ്റ്റത്തിൻ്റെ അധികാരത്തിന് കീഴിൽ വരുന്ന ഒന്നാണ് വാസ്തവത്തിൽ. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ടാക്സ് ഫ്രീ സപ്ലൈ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ സാധിക്കും. പിന്നെ ഈ ഒരു സീറോ റേറ്റഡ് സപ്ലൈയിൽ നമ്മൾ സീറോ റേറ്റഡ് സപ്ലൈ സാധാരണ രീതിയിൽ നമ്മുടെ ജി എസ് ടിയുടെ അകത്ത് പറയുന്നത് എക്സ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിനും അതുപോലെ തന്നെ സ്പെഷ്യൽ എക്കണോമിക് സോണിലേക്ക് സപ്ലൈ ചെയ്യുന്ന സമയത്തുമാണ്. അങ്ങനെയുള്ള ഗുഡ്സ് ആൻഡ് സർവീസിനാണ് സീറോ റേറ്റഡ് ടാക്സ് സിസ്റ്റം അല്ലെങ്കിൽ സീറോ റേറ്റഡ് ജി എസ് ടി ടാക്സ് റേറ്റ് അപ്ലൈ ചെയ്യുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ആ രജിസ്റ്റേർഡ് ഡീലർക്ക് മറ്റൊരു കാര്യമുണ്ട്. ആ ഒരു രജിസ്റ്റേർഡ് ബിസിനസ്സുകാരന് ഗുഡ്സ് ഓർ സർവീസ് സപ്ലൈ ചെയ്യുന്നത് സീറോ റേറ്റിലായിരിക്കും. അന്നേരം അയാൾക്ക് ഗുഡ്സും സർവീസസും ഒരു കസ്റ്റമേഴ്സിന് വിറ്റു. പക്ഷേ അയാൾ വിൽക്കുന്ന കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് സ്പെഷ്യൽ എക്കണോമിക് സോണിലുള്ള ഒരു കസ്റ്റമറാണെന്ന് സങ്കല്പിക്കുക. അപ്പോൾ അയാൾക്ക് ഈ ഗുഡ്സിൻ്റെ വില മാത്രമേ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്നുള്ളൂ. അയാൾക്ക് എന്ത് കളക്ട് ചെയ്യുന്നില്ല? ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്യുന്നില്ല, കാരണം ടാക്സ് ഇല്ലല്ലോ. ഈ സെയിം ബിസിനസ്സുകാരന് ഔട്ട്പുട്ട് ടാക്സ് കളക്ട് ചെയ്യാതെ തന്നെ അതായത് സെയിൽ വഴി ഔട്ട്പുട്ട് ടാക്സ് കളക്ട് ചെയ്യാതെ തന്നെ ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇയാൾ ചിലപ്പോൾ ഈ ഗുഡ്സ് ഓർ സർവീസ് പർച്ചേസ് ചെയ്തത് ഏതെങ്കിലും സ്പെഷ്യൽ എക്കണോമിക് സോണിന് വെളിയിലുള്ള ഏതെങ്കിലും സ്ഥലത്തു നിന്നൊക്കെ ആയിരിക്കും, അല്ലേ? അപ്പോൾ ഈ ഗുഡ്സ് ആൻഡ് സർവീസിന് എന്തുണ്ടായിരിക്കും? ഇയാൾ ടാക്സ് അടച്ചതിന് ശേഷമായിരിക്കും ഈ ഗുഡ്സും സർവീസും ഇയാൾ പർച്ചേസ് ചെയ്തേക്കുന്നത്. അപ്പോൾ വാസ്തവത്തിൽ ഇയാൾ ടാക്സ് അടച്ച് പർച്ചേസ് ചെയ്തിരിക്കുന്ന ഈ ഗുഡ്സ് ഓർ സർവീസ് ആയിരിക്കും സ്പെഷ്യൽ എക്കണോമിക് സോണിലോ അല്ലെങ്കിൽ എക്സ്പോർട്ട് പർപ്പസിനോ വേണ്ടി വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ഇയാൾക്ക് ഔട്ട്പുട്ട് ടാക്സ് കളക്ട് ചെയ്യാതെ തന്നെ ഇൻപുട്ട് ടാക്സ് അടയ്ക്കേണ്ടതായി വരുന്നു. അങ്ങനെ ഇയാൾക്ക് ഒരു ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഫെസിലിറ്റിക്ക് റൈറ്റ് കിട്ടുന്നു എന്നാണ് പറയുന്നത് ഈ സീറോ റേറ്റഡ് സപ്ലൈയിൽ. ഇപ്പോൾ ഞാനൊരു ബിസിനസ്സുകാരനാണ്. ഞാൻ 10 രൂപ വിലയുള്ള ഒരു പേന 2 രൂപ ടാക്സ് അടച്ചിട്ട് പർച്ചേസ് ചെയ്തു. ആ സാധനം ഞാൻ സ്പെഷ്യൽ എക്കണോമിക് സോണിലുള്ളൊരു കസ്റ്റമറിന് വിറ്റു. ഞാൻ 10 രൂപയ്ക്ക് ഈ സാധനം കസ്റ്റമറിന് വിൽക്കുക, അല്ലെങ്കിൽ എൻ്റെ 10 രൂപ പ്ലസ് എൻ്റെ പ്രോഫിറ്റിനെ വിൽക്കുക. പക്ഷേ ഇവൻ എൻ്റെ കയ്യിൽ നിന്ന് എന്ത് കളക്ട് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല, എനിക്ക് ടാക്സ് കളക്ട് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. പക്ഷേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ അടച്ച ടാക്സിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, അതെങ്ങനെയാണ് ഈ ടാക്സ് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്തിട്ടില്ലോ എന്ന്. പക്ഷെ ഒന്ന് ചിന്തിക്കുക, നമ്മൾ ഈ ഒരു ബിസിനസ് ഈ രജിസ്റ്റേർഡ് ഡീലർക്ക് സ്പെഷ്യൽ എക്കണോമിക് സോണിലേക്ക് മാത്രമായിരിക്കില്ല സപ്ലൈ ഉള്ളത്. ഇതേ സെയിം പ്രൊഡക്റ്റ് വേറെ ഏതെങ്കിലും സ്ഥലത്തേക്കൊക്കെ സപ്ലൈ ചെയ്തിട്ടുണ്ടാവില്ലേ, അപ്പോൾ സെയിൽ ചെയ്തിട്ടുണ്ടാവില്ലേ? അതുവഴി അയാൾ കളക്ട് ചെയ്യുന്ന ടാക്സും അതുപോലെ തന്നെ ഇയാൾ അടച്ചു വെച്ചിരിക്കുന്ന ടാക്സും തമ്മിൽ ജസ്റ്റ് കമ്പയർ ചെയ്ത് നോക്കുന്നു. അടച്ച ടാക്സ് ആണ് കൂടുതലെങ്കിൽ ഗവൺമെൻറ് പൈസ തിരിച്ചും കൂടി തരും, അല്ലെങ്കിൽ അടുത്ത ടാക്സ് പേ ചെയ്യുന്ന സമയത്ത് അത് ക്ലെയിം ചെയ്തു പോകും. അല്ല എങ്കിൽ ഇനി കുറവാണെങ്കിലോ ഇയാൾ കയ്യിൽ നിന്ന്, അതായത് ഇപ്പോൾ ഗവൺമെൻറ്റിലേക്ക് അടച്ച ടാക്സ് എന്ന് പറയുന്നത് കുറവും, പക്ഷേ ഇയാൾ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്ന ടാക്സും കൂടുതലാണെങ്കിൽ എത്ര രൂപയാണോ കുറവുള്ളത് ഗവൺമെൻറ്റിലേക്ക് അടച്ചേക്കുന്നത്, അത് ഇയാൾ കയ്യിൽ നിന്ന് പൈസ ഇട്ട് അടയ്ക്കേണ്ടതായും വരുന്നു. അത് നമുക്ക് മുന്നോട്ട് വരുമ്പോൾ പഠിക്കാം.
ഇപ്പോൾ തൽക്കാലം മനസ്സിലാക്കുക, സീറോ റേറ്റഡ് സപ്ലൈയിൽ ഒരു രജിസ്റ്റേർഡ് പേഴ്സണ് എന്ത് റൈറ്റ് കിട്ടുന്നു? ഒരു ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാനുള്ള റൈറ്റ് കിട്ടുന്നു. ഇനി നേരെ തിരിച്ചു നോക്കാം, എന്താണ് സീറോ റേറ്റഡ് സപ്ലൈ എന്നും എക്സംപ്റ്റഡ് സപ്ലൈസിൻ്റെ ഒരു പ്രത്യേകത എന്ന്. എക്സംപ്റ്റഡ് സപ്ലൈ ഇസ് ഡിഫൈൻഡ് ആസ് എ സെക്ഷൻ 2 clause 47 of GST Act 47. Exempt supply means supply of goods or service or both which attract nil rate of tax, which may be wholly exempt from tax under section 11 or under section 6 of the Integrated Goods and Service Tax Act, and it include നോൺ ടാക്സിബിൾ സപ്ലൈ. വേറെയൊന്നുമില്ല, ജി എസ് ടിയുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള 2 ക്ലൗസുകൾ അനുസരിച്ച് സെക്ഷൻ 47 ആയിക്കോട്ടെ, അതുപോലെ തന്നെ എന്താണ് സെക്ഷൻ 11 പ്രകാരം, അതുപോലെ തന്നെ എന്താണ് സെക്ഷൻ 6 പ്രകാരം, സെക്ഷൻ 6 IGST ടാക്സ് ആക്ട് പ്രകാരമൊക്കെ എന്താണ് ഈ ഒരു രജിസ്റ്റേർഡ് ഈ രീതിയിൽ ബിസിനസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അയാൾ സപ്ലൈ ചെയ്യുന്ന ഗുഡ്സ്, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഫാം പ്രൊഡക്റ്റ് ലൈക്ക് അനിമൽസ്, ചിക്കൻസ്, ലീഫ് ഫിഷ്, ഇഗ്, ഹണി, പൂജ ആർട്ടിക്കിൾ, സ്ലേറ്റ് പെൻസിൽ മുതലായിരിക്കുന്ന ഗുഡ്സൊക്കെയാണ് ഇയാൾ സപ്ലൈ ചെയ്യുന്നതെങ്കിൽ എന്താണ് ഈ ഗുഡ്സിനൊക്കെ എന്തില്ല, ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. ആ രീതിയിലുള്ള ബിസിനസ്സുകാരൻ ഈ രീതിയിലുള്ള പ്രൊഡക്റ്റാണ്, ഫാം പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ എന്താണ് സ്ലേറ്റ് പെൻസിൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താണ് ലീഫ് ഫിഷ്, ഇഗ്, ഹണി, പൂജ ആർട്ടിക്കിൾസ് മുതലായ പ്രൊഡക്റ്റൊക്കെ വിൽക്കുന്ന ബിസിനസ്സുകാരനാണെങ്കിൽ അയാൾക്ക് ആ ഗുഡ്സ് വിൽക്കുമ്പോൾ ടാക്സ് കളക്ട് ചെയ്യേണ്ട കാര്യമില്ല. കാരണം GSTയുടെ പരിധിയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്ന പ്രൊഡക്റ്റാണ് എന്ത്, എക്സംപ്റ്റഡ് സപ്ലൈയിൽ ഡെലിവർ ചെയ്യപ്പെടുന്നത്. ഈ രീതിയിലുള്ള ബിസിനസ്സുകാരൻ എന്താണ് ഈ രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ബിസിനസ്സുകാർക്ക് ഒരിക്കലും, അല്ലെങ്കിൽ ഈ രീതിയിൽ ഗുഡ്സോ സർവീസോ സപ്ലൈ ചെയ്യുന്ന ബിസിനസ്സുകാർക്ക് ഒരിക്കലും എന്തില്ല, GSTയുടെ അകത്ത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാനുള്ള റൈറ്റ് ഇല്ല. ടാക്സ് അടയ്ക്കാൻ മാത്രം ഇയാൾ ഈ ഗുഡ്സൊക്കെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലത്തെ ഗുഡ്സൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ ടാക്സ് അടയ്ക്കേണ്ടിയും വരുന്നില്ല. അതുപോലെ തന്നെ എന്താണ് ഈ ഗുഡ്സ് വിൽക്കുമ്പോഴെന്താണ് ടാക്സും ടാക്സ് കളക്ട് ചെയ്യേണ്ടത് ആവശ്യവുമില്ല. ഈ രീതിയിലുള്ള സപ്ലൈ ആണ് എക്സംപ്റ്റഡ് സപ്ലൈ എന്ന് പറയുന്നത്. GSTയുടെ പരിധിയിൽ ഗുഡ്സോ സർവീസോ വിൽക്കുന്ന ബിസിനസ്സുകാർക്ക് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ടാക്സ് കളക്ട് ചെയ്യേണ്ട കാര്യമില്ല, ടാക്സ് അടയ്ക്കേണ്ട കാര്യവുമില്ല. അതുകൊണ്ട് ഇവർക്ക് എന്തിനുള്ള റൈറ്റ് ഇല്ല, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാനുള്ള റൈറ്റുമില്ല. ഇതാണ് സീറോ റേറ്റഡ് സപ്ലൈയിൽ നിന്നും എക്സംപ്റ്റഡ് സപ്ലൈ വ്യത്യസ്തമാക്കുന്ന മറ്റൊരു കാര്യം. പിന്നെ എക്സംപ്റ്റഡ് സപ്ലൈയിൽ GSTയുടെ അകത്ത് ടാക്സ് റേറ്റിൽ നിന്നേ പൂർണ്ണമായിട്ടും ഒഴിവാക്കി. പക്ഷേ സീറോ റേറ്റഡ് സപ്ലൈയിൽ എങ്ങനെയാണ്, 0% എന്ന് പറയുന്ന ഒരു സ്ലാബിൻ്റെ കീഴിലാണ് ഈ തരത്തിലുള്ള പ്രൊഡക്റ്റും ഗുഡ്സ് ആൻഡ് സർവീസൊക്കെ വരുന്നത്. ഓക്കെ, ഇതാണ് എക്സംപ്റ്റഡ് സപ്ലൈയും സീറോ റേറ്റഡ് സപ്ലൈയും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന മറ്റൊന്നാണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നെറ്റ്വർക്ക്. നമുക്കറിയാം GST എന്ന് പറയുന്ന ഒരു ടാക്സ് സിസ്റ്റം, അല്ലെങ്കിൽ GST എന്ന് പറയുന്ന ഒരു ടാക്സ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൻ്റെ സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു ടാക്സ് ശൃംഖലയാണ്, അല്ലേ? അപ്പോൾ ഈ ഒരു GST എന്ന് പറയുന്ന ഒരു ടാക്സ് സിസ്റ്റത്തിൽ അനവധിയായിട്ടുള്ള ബിസിനസ്സുകാരുമുണ്ട്, അതുപോലെ തന്നെ എന്താണ് അനവധിയായിട്ടുള്ള ടാക്സ് പേയേഴ്സും ഉണ്ട്. ഇപ്പോൾ നമുക്കറിയാം ഇന്ത്യ പോലുള്ള രാജ്യത്ത് ഏകദേശം 130 കോടി ജനങ്ങളുണ്ട്. അതിൽ ഒരു 40% ആളുകൾ എന്താണ് ബിസിനസ് ചെയ്താണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ 50% ആളുകൾ എന്താണ് ബിസിനസ് ചെയ്താണ് ജീവിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ബിസിനസ്സുകാർ, വ്യത്യസ്തങ്ങളായിട്ട് ബിസിനസ്സുകാരുണ്ട്. ആരൊക്കെയാണ്? മാനുഫാക്ചറിങ് ബിസിനസ് ചെയ്യുന്ന ആളുകൾ, അതുപോലെ തന്നെ ട്രേഡിംഗ് ബിസിനസ് ചെയ്യുന്ന ആളുകൾ, സർവീസ് ബിസിനസ് ചെയ്യുന്ന ആളുകൾ, ഇമ്പോർട്ട് എക്സ്പോർട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകൾ. ഇവരൊക്കെയും എന്താണ് GST എന്ന് പറയുന്ന ടാക്സ് സിസ്റ്റത്തിൽ രജിസ്ട്രേഷൻ എടുക്കുന്നു, അതുപോലെ തന്നെ എന്താണ് അവർ ടാക്സ് പേ ചെയ്യുന്നു, അതുപോലെ തന്നെ എന്താണ് ടാക്സ് റിട്ടേൺ എല്ലാ മാസവും എന്താണ് ഗവൺമെൻറ്റിലേക്ക് ഫയൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച്, എത്രയോ ആളുകളാണ് ഒരു സമയത്ത് നമുക്ക് GST എന്ന് പറയുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി ഗവൺമെൻറ്റിലേക്ക് ടാക്സ് പേ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം, ഒരു മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ, ഒരു നെറ്റ്വർക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ, ഫേസ്ബുക്ക് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം ഒത്തിരി അധികം ആളുകൾ വൺ ടൈം എന്താണ് അത് യൂസ് ചെയ്യുമ്പോൾ ആ നെറ്റ്വർക്കിനൊക്കെ എന്താണ് അത് ഹാങ് ആവാൻ സാധ്യതയുണ്ട്, അല്ലേ? അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മില്യൺസ് ആയിട്ടുള്ള ആളുകൾ വൺ ടൈം അവർ GST രജിസ്ട്രേഷൻ എടുക്കുകയും അവരുടെ ടാക്സ് റിട്ടേൺ ഗവൺമെൻറ്റിലേക്ക് പെർ മന്ത്ലി ഫയൽ ചെയ്യും. അതുപോലെ തന്നെ എന്താണ് അവർ റിട്ടേൺ ഫയൽ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോം എന്താണ്, ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഹാങ് ആവാനുള്ള സാധ്യതയൊക്കെ ഇല്ലേ? അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മുടെ രാജ്യത്ത് GSTN ടാക്സ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു വലിയൊരു പ്ലാറ്റ്ഫോം നമ്മുടെ ഗവൺമെൻറ് നടപ്പിലാക്കിയിരിക്കുന്നത്. ഇതുകൊണ്ട് നമുക്കെന്താണ്
ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സ് വെട്ടിപ്പ് നടത്തുന്നതിൽ നിന്നോ അല്ല എങ്കിൽ എന്താണ് ഏതെങ്കിലും തരത്തിൽ എററോ ഫ്രോഡ് ടാക്സ് ഫ്രോഡലിൻ്റെ ആക്ടിവിറ്റീസോ ഒക്കെ നടത്തുന്നത് ഈസി ആയിട്ട് അവോയ്ഡ് ചെയ്ത് കളയാനും നമ്മളുടെ GSTയുടെ അകത്ത് GST നെറ്റ്വർക്ക് വഴി ഈസി ആയിട്ട് ടാക്സ് പേയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യുവാനും സാധിക്കുന്നു. ഇനി നമുക്ക് നോക്കാം, നമ്മുടെ GSTN അഥവാ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ് ഉടമസ്ഥതയുള്ള ഒരു കമ്പനി ആണ് ഇത് നടപ്പിലാക്കിയിരിക്കുന്നത്. അത് ഗവൺമെൻറ് ഉടമസ്ഥതയുള്ള സെക്ഷൻ 8 പ്രകാരം കമ്പനീസ് ആക്ട് 2013 പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയുള്ള ഒരു കമ്പനിയാണ് ഈ ഒരു ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന ശൃംഖല മൊത്തം കൺട്രോൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ അതിന് വേണ്ടി വരുന്ന സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതിന് വേണ്ടി വരുന്ന ടെക്നിക്കൽ ഫെസിലിറ്റീസ് ഒക്കെ ആയിട്ട് പല രീതിയിലും സപ്പോർട്ട് ചെയ്യുന്നത് ഒരു കമ്പനിയാണ്. ഈ ഒരു ഗവൺമെൻറ് ഉടമസ്ഥതയുള്ള ഒരു കമ്പനിയാണ്. ഇത് മാനേജ് ചെയ്യുന്നതും നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് തന്നെയാണ്. ഇനി സെക്ഷൻ 8 കമ്പനീസ് ആക്ട് 2000 ഈ രീതിയിൽ രജിസ്റ്റർ ചെയ്യുന്ന ഒരു കമ്പനിയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാഭമുണ്ടാക്കുകയല്ല, പിന്നെയോ രാജ്യത്തിൻ്റെ പൊതുവായ ഒരു ഡെവലപ്മെൻറ്റിന് വേണ്ടി പ്രവർത്തിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 8 പ്രകാരം ഓരോരോ ബിസിനസ് സ്ഥാപനവും രജിസ്റ്റർ ചെയ്യുന്നത്. ഇത് നോർമലി ഗവൺമെൻറ് ഓർഗനൈസേഷനുള്ള കമ്പനീസൊക്കെ ആയിരിക്കും ഈ ഒരു സെക്ഷൻ 8 പ്രകാരം രജിസ്റ്റർ ചെയ്യുന്നത്. അല്ലെങ്കിൽ സെക്ഷൻ 8 പ്രകാരം രജിസ്റ്റർ ചെയ്യുന്ന ബിസിനസ് സ്ഥാപനങ്ങളെ വിളിക്കുന്ന പേരാണ് കമ്പനീസ് ഈസ് രജിസ്റ്റേർഡ് ഫോർ നോട്ട് എ പ്രോഫിറ്റ്. ഓക്കെ, പിന്നെ നമ്മുടെ GSTN ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് 2 രീതിയിലുള്ള സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫ്രണ്ട് എൻഡ് സർവീസും അതുപോലെ തന്നെ ബാക്ക് എൻഡ് സർവീസും. അതായത് ഫ്രണ്ട് എൻഡ് സർവീസ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടാക്സ് പേയേഴ്സിന് വേണ്ടിയുള്ളതാണ്. അതായത് GSTയിൽ രജിസ്റ്റർ ചെയ്യുന്ന ബിസിനസ്സുകാരെന്താണ് അവരുടെ രജിസ്ട്രേഷൻ എടുക്കുക. 2 രീതിയിലുള്ള സർവീസാണ് ഫ്രണ്ട് എൻഡ് സർവീസും ബാക്ക് എൻഡ് സർവീസും. ഫ്രണ്ട് എൻഡ് ആയിക്കോട്ടെ ബാക്ക് എൻഡ് ആയിക്കോട്ടെ, ഈ 2 സർവീസുകളാണ് GSTN ടാക്സ് നെറ്റ്വർക്ക് വഴി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫ്രണ്ട് എൻഡ് സർവീസ് എന്ന് പറയുന്നത് നോർമലി അത് പ്രൊവൈഡ് ചെയ്യുന്നത് ടാക്സ് പേയേഴ്സിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ GSTയിൽ ടാക്സ് ചെയ്യുന്ന വ്യക്തികൾക്ക് വേണ്ടിയാണ് ഫ്രണ്ട് എൻഡ് സർവീസ് GST നെറ്റ്വർക്ക് വഴി ലഭിക്കുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടാക്സ് പേയർക്ക് GST രജിസ്ട്രേഷൻ എടുക്കുക, അതുപോലെ തന്നെ ഓൺലൈനായിട്ട് ടാക്സ് പേ ചെയ്യുക, പിന്നെന്താണ് മന്ത്ലി അല്ലെങ്കിൽ ക്വാർട്ടർലി അവരുടെ ടാക്സുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള റിട്ടേൺ ഗവൺമെൻറ്റിലേക്ക് സബ്മിറ്റ് ചെയ്യുക. ഈ മുതലായ സേവനങ്ങളാണ് GST നെറ്റ്വർക്കിൻ്റെ ഫ്രണ്ട് എൻഡ് സർവീസ് വഴി ലഭിക്കുന്നത്. എന്നാൽ ബാക്ക് എൻഡ് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണാത്ത കാര്യങ്ങളാണ്. ഡിസ്ട്രിബ്യൂട്ട് ടാക്സ് ടു സ്റ്റേറ്റ് ഗവൺമെൻറ് എന്നാണ് പറയുക. അതിന് ഉദാഹരണം വെച്ച് കഴിഞ്ഞപ്പോൾ വേറെ ഒന്നുമില്ല, നമ്മൾ ഈ ടാക്സ് പേയേഴ്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ കളക്ട് ചെയ്യുന്നത് ടാക്സ് എന്ന് പറയുന്നത് ഏത് പേരിലാണ്? IGST എന്ന് പറയുന്ന ഒരൊറ്റ ടാക്സാണ് കളക്ട് ചെയ്യുന്നത് അല്ലേ. ആ ടാക്സ് ആരാ കളക്ട് ചെയ്യുന്നത്? ആരുടെ കയ്യിലാണ് എത്തുന്നത്? നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിലല്ലേ എത്തുന്നത്. അതിൽ ഒരു പോർഷൻ അതിൻ്റെ സപ്ലൈ അനുസരിച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും അതുപോലെ തന്നെ യൂണിയൻ ടെറിട്ടറി അതോറിറ്റീസും അവകാശപ്പെട്ടതായിരിക്കും, അതുപോലെ സെൻട്രൽ ഗവൺമെൻറ്റും അവകാശപ്പെട്ടതായിരിക്കും. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ വരുന്ന ഈ ഒരു ടാക്സ് എമൗണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് അക്കൗണ്ടിലേക്കും അതുപോലെ തന്നെ യൂണിയൻ ടെറിട്ടറി അതോറിറ്റീസിൻ്റെ കൈകളിലേക്കും ശരിയായ രീതിയിൽ ഓൺലൈൻ വഴി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ബാക്ക് എൻഡ് സർവീസ് എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ GSTN ടാക്സ് നെറ്റ്വർക്കിൻ്റെ ബാക്ക് എൻഡ് സർവീസ് എന്ന് പറയുന്നത് ഈ ഒരു പ്രവർത്തനത്തിന് വേണ്ടിയുള്ളതാണ്. അതായത് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് കൈകളിൽ വരുന്ന ടാക്സ് എമൗണ്ട് അതാത് അതോറിറ്റീസിന് തക്ക സമയത്ത് എന്താണ് ഓൺലൈൻ മുഖേന അവരവർക്ക് അവകാശപ്പെട്ടത് വിതരണം ചെയ്ത് കൊടുക്കുക എന്നതാണ് ഒരു ബാക്ക് എൻഡ് സർവീസ് കൊണ്ട് GSTN ടാക്സ് നെറ്റ്വർക്ക് കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. പിന്നെ നമ്മുടെ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ നമ്മുടെ GSTN ടാക്സ് നെറ്റ്വർക്ക് പോലത്തെ വലിയൊരു പ്ലാറ്റ്ഫോം എന്താണ് ഒരു കമ്പനി കൊണ്ട് മാത്രം കൂടുന്നൊരു കാര്യമല്ല, അല്ലെങ്കിൽ ഒരു കമ്പനി കൊണ്ട് മാത്രം എന്താണ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. അപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ വ്യത്യസ്ത ഫീൽഡുകൾ നമ്മുടെ GSTയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ GSTയുമായി ബന്ധപ്പെട്ട വ്യത്യസ്തങ്ങളായിട്ടുള്ള മേഖലയിൽ കൂടി പ്രവർത്തിക്കുന്ന ഒരു 34 കമ്പനീസ് എല്ലാം കൂടി എന്താണ് കൂട്ടിച്ചേർത്തുകൊണ്ടാണ് GST ടാക്സ് ആൻഡ് സർവീസ് നെറ്റ്വർക്ക് പ്രവർത്തിക്കുന്നത്. ഗവൺമെൻറ് ഇതിനു വേണ്ടി GST സുവിധ പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്ന പേരിൽ ഒരു 34 വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്നു. അത് IT, ഫിനാൻഷ്യൽ, ടെക്നോളജി ഇങ്ങനെ മുതലായ 3 വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരു 34 ബിസിനസ് ഫേമുകളെ അല്ലെങ്കിൽ 34 കമ്പനീസിനെ ഏകോപിപ്പിച്ചുകൊണ്ട് അവരുടെ കൺട്രോളിലാണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നെറ്റ്വർക്ക് ഇത്രയും സുഗമമായിട്ട് യാതൊരു രീതിയിലും ഹാങ് ആകാതെയും അതുപോലെ തന്നെ എന്താണ് നെറ്റ്വർക്ക് ഇഷ്യൂ ഇല്ലാതെയും
നമ്മുടെ രാജ്യത്ത് ഇത്തിരി സുഗമമായിട്ട് പ്രവർത്തിക്കുന്നത്. അത് വ്യത്യസ്ത IT നമ്മുടെ സോഫ്റ്റ്വെയർ സപ്പോർട്ടിനൊക്കെ വേണ്ടി എന്താണ് സോഫ്റ്റ്വെയർ IT ഡിപ്പാർട്ട്മെൻറ്റേയും പുതിയ GSTയിൽ പുതിയ അപ്ഡേഷൻ വരുന്നതിന് ടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റേയും അതുപോലെ തന്നെ നമ്മുടെ ടാക്സുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകാരുടെ ടാക്സ് റേറ്റുകൾ അനുസരിച്ച് ടാക്സ് കളക്ട് ചെയ്യുന്നതിനും അവർക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഫെസിലിറ്റി ഒക്കെ കൺട്രോൾ ചെയ്യുന്നതിനും ഫിനാൻഷ്യൽ കമ്പനീസിൻ്റെ ഒക്കെ സഹായത്തോടു കൂടി ഗവൺമെൻറ് 34 കമ്പനികളെ ഏകോപിപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് അതൊരൊറ്റ കൊടക്കീഴിൽ കൊണ്ടുവരാൻ വേണ്ടി GST സുവിധ പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്ന ഒരൊറ്റ അതോറിറ്റിയുടെ കീഴിൽ കൊണ്ടുവരികയും അതനുസരിച്ചാണ് ഗവൺമെൻറ് നമ്മുടെ രാജ്യത്തുള്ള സർവത്ര ടാക്സ് പേയേഴ്സിൻ്റെ കയ്യിൽ നിന്നും ഈസി ആയിട്ട് ടാക്സ് രജിസ്ട്രേഷൻ എടുക്കുകയും അതുപോലെ തന്നെ എന്താണ് ടാക്സ് കളക്ട് ചെയ്യും അവരുടെ റിട്ടേൺ മന്ത്ലി ഫയൽ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു നെറ്റ്വർക്ക് പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത്രയുമാണ് നമ്മുടെ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നെറ്റ്വർക്കിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ഒന്ന് ഇത് നമ്മുടെ രാജ്യത്ത് ഉടനീളമുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. അത് നിലവിൽ വന്നത് ഒരു കമ്പനിയായിട്ടാണ്. ആ കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കമ്പനീസ് ആക്ട് സെക്ഷൻ 2013 പ്രകാരമാണ്. സെക്ഷൻ 8 ക്ലൗസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. സെക്ഷൻ 8 ക്ലൗസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനീസ് രജിസ്റ്റർ ചെയ്യുന്നത് പ്രോഫിറ്റിന് വേണ്ടിയല്ല, പിന്നെയോ അത് നമ്മുടെ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഉള്ള കമ്പനീസൊക്കെയാണ്, അല്ലെങ്കിൽ പൊതുസേവനാർത്ഥമാണ് ഈ ഒരു കമ്പനീസൊക്കെ ഈ സെക്ഷൻ 8 ക്ലൗസ് പ്രകാരം രജിസ്റ്റർ ചെയ്യുന്നത്. നമ്മുടെ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നെറ്റ്വർക്കിന് 2 രീതിയിലുള്ള സർവീസുകളാണുള്ളത്. ഫ്രണ്ട് എൻഡ് സർവീസും അത് ടാക്സ് പേയേഴ്സിന് വേണ്ടിയുള്ളതാണ്. ബാക്ക് എൻഡ് സർവീസ് എന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെൻറ് ടു ഗവൺമെൻറ് സർവീസ് കൊടുക്കുന്നതാണ്. അതായത് സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്റുമായി സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്റുമായിട്ടോ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി ഗവൺമെൻറ്റുമായിട്ടോ എന്തെങ്കിലും തരത്തിൽ ഓൺലൈൻ മുഖേനയുള്ള ഇടപാടുകൾ ക്ലിയർ ആക്കാൻ വേണ്ടിയാണ് ബാക്ക് എൻഡ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫ്രണ്ട് എൻഡ് സർവീസിൻ്റെ അകത്ത് ടാക്സ് പേയേഴ്സിന് വേണ്ടിയുള്ളതാണ്. അത് GST രജിസ്ട്രേഷൻ എടുക്കാനും ടാക്സ് പേ ചെയ്യാനും അതുപോലെ തന്നെ എന്താണ് മന്ത്ലി റിട്ടേൺ സബ്മിറ്റ് ചെയ്യാനും ഈ ഒരു ഫ്രണ്ട് എൻഡ് സർവീസ് വഴി ടാക്സ് പേയേഴ്സിന് സാധിക്കുന്നു. ഇനി അടുത്തൊന്നാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് കസ്റ്റംസ് എന്ന് പറയുന്നത്. ഓക്കെ, CBIC എന്ന് നമുക്ക് വേണമെങ്കിൽ ചുരുക്കപ്പേര് വിളിക്കാം. അതായത് നമ്മൾ പഠിച്ചിരുന്നു നമ്മുടെ GSTയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ നിയമങ്ങളും അതുപോലെ തന്നെ GST ടാക്സ് റേറ്റിൽ വ്യത്യാസം വരുത്താൻ വേണ്ടിയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് GST കൗൺസിലാണ് തീരുമാനിക്കുന്നതെന്ന്. അന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ടാക്സിലെ കൺട്രോൾ ചെയ്ത് നിർത്തുകയും അതുപോലെ തന്നെ എന്താണ് അവരും ആ വ്യത്യസ്തമായിട്ടുള്ള ടാക്സുകൾക്ക് വേണ്ടിയുള്ള എല്ലാ നിയമങ്ങളും നിർമ്മിക്കുകയും അതുപോലെ തന്നെ അത് നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുകയും എല്ലാ ടാക്സുകളെയും ഏകോപിപ്പിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു അതോറിറ്റിയാണ് ദ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് കസ്റ്റംസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ടാക്സ് ഏതൊക്കെയാണ് നമ്മുടെ GST ലോ ആയിക്കോട്ടെ, അതുപോലെ തന്നെ എന്താണ് CGST, IGST, അതുപോലെ തന്നെ എക്സൈസ് ഡ്യൂട്ടി, അതുപോലെ തന്നെ കസ്റ്റം ലോസ്, ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ടാക്സുകളെല്ലാം കൂടി ഈ എല്ലാ ടാക്സുകളെയും ഏകോപിപ്പിച്ചു കൊണ്ടുപോവുകയും അതുപോലെ തന്നെ ആ ഓരോരോ ടാക്സുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങളും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രൊസീജിയേഴ്സും എന്താണ് കൺട്രോൾ ചെയ്യുകയും അത് നമ്മുടെ രാജ്യത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നതാണ് നമ്മുടെ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് കസ്റ്റംസിനുള്ള അധികാരം അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്വം ഇതാണ്. നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ വലിയൊരു ടാക്സ് സിസ്റ്റം മൊത്തവും GST എന്ന് പറയുന്ന ഒരു ടാക്സ് സിസ്റ്റം അതുപോലെ തന്നെ എന്താണ് GST എന്ന് പറയുന്ന ടാക്സ് സിസ്റ്റം നടപ്പിലായപ്പോൾ തന്നെ നമുക്ക് എന്താണ് എക്സൈസ് ഡ്യൂട്ടിയിലും അതുപോലെ തന്നെ കസ്റ്റം ഡ്യൂട്ടിയിലൊക്കെ എന്താണ് ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട് ഇല്ലേ. പഴയ നമ്മൾ GST എന്ന് പറയുന്ന നമ്മുടെ പഴയ എല്ലാ ടാക്സുകളെയും എല്ലാം എടുത്ത് മാറ്റിക്കൊണ്ടാണ് GST എന്ന് പറയുന്ന ഒരു ടാക്സ് സിസ്റ്റം നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയത്. അപ്പോൾ പഴയ ഉണ്ടായിരുന്ന എല്ലാ എക്സൈസ് ഡ്യൂട്ടി നിയമങ്ങളിലും അതുപോലെ തന്നെ കസ്റ്റം ഡ്യൂട്ടി നിയമങ്ങളിലും ഇഷ്ടംപോലെ വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട് ഇല്ലേ. ഇതൊക്കെ മാറ്റിക്കൊണ്ട് പുതിയ നിയമവും പുതിയ എക്സൈസ് ഡ്യൂട്ടിയും പുതിയ എക്സൈസ് ഡ്യൂട്ടി ആൻഡ് കസ്റ്റം ഡ്യൂട്ടി ലോയും അതുപോലെ തന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും അതുപോലെ തന്നെ നമ്മുടെ GST ലോയൊക്കെ എന്താണ് പുതിയ രീതിയിൽ നടപ്പിലാക്കുകയും ഈ 3 ടാക്സ് സിസ്റ്റത്തെയും ഏകോപിപ്പിച്ചുകൊണ്ട് പോവുകയും ചെയ്യുകയാണ് നമ്മുടെ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് കസ്റ്റംസിൻ്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി. അതുപോലെ തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, ഈ ഒരു 3 ടാക്സ് സിസ്റ്റം വഴി മില്യൺസ് ഓഫ് ആളുകളായിരിക്കും ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടയ്ക്കുന്നത്. അതുപോലെ തന്നെ ഇവരുടെ കയ്യിൽ നിന്ന് ശരിയായ രീതിയിൽ ടാക്സ് കളക്ട് ചെയ്യാൻ എന്താവശ്യമുണ്ട്, നമുക്കൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ട്. അത് നമ്മൾ ഇച്ചിരി നേരം മുമ്പ് പഠിച്ചു, GSTN ടാക്സ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ
ഈ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് കസ്റ്റംസിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചുമതലയാണ് ഇങ്ങനെ ഈ ഒരു ഓൺലൈൻ മുഖേന ഈ ടാക്സ് പേയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വ്യത്യസ്തങ്ങളായിട്ടുള്ള ടാക്സ് ഇങ്ങനെ കളക്ട് ചെയ്യും, അത് ശരിയായ രീതിയിൽ ഗവൺമെൻറ് കൈകളിലേക്ക് എത്തുകയും ചെയ്യുക എന്നത്. അപ്പോൾ അതിനെന്താണ്, നമുക്ക് ഒത്തിരി എംപ്ലോയീസിൻ്റെ, ഒത്തിരി സർക്കാർ ഉദ്യോഗസ്ഥരുടെ ആവശ്യം ഉണ്ടായി വരും അല്ലേ. ഇവർക്ക് ഇന്ത്യയിലെ ഏകദേശം 60,000-ഓളം ഗവൺമെൻറ് എംപ്ലോയീസിന്, അല്ലെങ്കിൽ ടാക്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന 60,000 ഗവൺമെൻറ് എംപ്ലോയീസിന് രാജ്യത്ത് ഉടനീളമുള്ള 60,000-ഓളം ഗവൺമെൻറ് എംപ്ലോയീസിനെ ഏകോപിപ്പിക്കുകയും അതുപോലെ തന്നെ ഇവർക്ക് വ്യത്യസ്തമായിട്ടുള്ള ഫീൽഡ് ഏതൊക്കെയാണ്, ടെക്നോളജിക്കൽ മേഖലയിലായിക്കോട്ടെ, അതുപോലെ തന്നെ എന്താണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് മേഖലയിലായിക്കോട്ടെ ട്രെയിനിങ് നൽകുകയും നമ്മുടെ രാജ്യത്ത് ഉള്ള എല്ലാ ടാക്സിനെയും എല്ലാ ടാക്സ് കളക്ഷനെയും ഏകോപിച്ചുകൊണ്ട് പോവുക എന്ന ഉദ്ദേശത്തോടു കൂടി നമ്മുടെ സർക്കാർ നടപ്പിലാക്കിയിരിക്കുന്ന ഒരു പദ്ധതിയാണ് സാക്ഷം എന്ന് പറയുന്നത്. ഇതിനു വേണ്ടി ഇത് നമ്മുടെ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് കസ്റ്റംസ് എന്ന് പറയുന്ന അതോറിറ്റിയുടെ കീഴിലാണുള്ളത്. നമ്മുടെ രാജ്യത്തുള്ള എല്ലാ ടാക്സ് പേയേഴ്സിൻ്റെയും ഗവൺമെൻറ്റിലേക്കുള്ള ടാക്സ് പേയ്മെൻറ്റ് സുഗമമാക്കുക എന്ന ഉദ്ദേശമാണ് ഇതിനുള്ളത്. അതുപോലെ തന്നെ ഇതിനു വേണ്ടി നമ്മുടെ ഗവൺമെൻറ് ഈ ഒരു ഒറ്റ പദ്ധതിക്ക് വേണ്ടി നമ്മുടെ രാജ്യത്തെ ടാക്സ് കളക്ഷൻ സുഗമമാക്കുക, ടാക്സ് നിയമങ്ങൾ സുഗമമാക്കുക എന്നൊരു പദ്ധതിക്ക് വേണ്ടി ഗവൺമെൻറ് മുടക്കിയിരിക്കുന്ന പൈസ എന്ന് പറയുന്നത് ഏകദേശം, ഈ ഒരു പദ്ധതിയിൽ കൂടി മുടക്കിയിരിക്കുന്ന പൈസ എന്ന് പറയുന്നത് ഏകദേശം 2,256 കോടി രൂപയാണ് ഈ ഒരു ഒറ്റ പദ്ധതിക്ക് വേണ്ടി മാത്രം ഗവൺമെൻറ് മുടക്കിയിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നതും അതുമായി ബന്ധപ്പെട്ട എല്ലാ നിയമങ്ങൾ നടപ്പിലാക്കുന്നതും അതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് പോകുന്നതും നമ്മുടെ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് കസ്റ്റംസ് എന്ന് പറയുന്ന സുപ്പീരിയർ അതോറിറ്റിയാണ്. അപ്പോൾ നമ്മളിന്ന് പഠിച്ചേക്കുന്ന കാര്യങ്ങൾ രണ്ട് രീതിയിലുള്ള സപ്ലൈ ഏതൊക്കെയെന്ന് പഠിച്ചു. സീറോ റേറ്റഡ് സപ്ലൈ, എക്സംപ്റ്റഡ് സപ്ലൈയും. സീറോ റേറ്റഡ് സപ്ലൈ എന്ന് പറയുന്നത് GST എന്ന് പറയുന്ന ടാക്സ് സിസ്റ്റത്തിൻ്റെ കീഴിൽ വരുന്ന ഒരു റേറ്റാണ് സീറോ റേറ്റഡ് സപ്ലൈ എന്ന് പറയുന്നത്. ഒരു രജിസ്റ്റേഡ് ഡീലർ അതുവഴി എന്താണ് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന നമ്മുടെ രാജ്യത്ത് സീറോ റേറ്റഡ് സപ്ലൈ ബാധകമായിട്ടുള്ള രണ്ട് രീതിയിലുള്ള സപ്ലൈയിലൊക്കെയാണ് സീറോ റേറ്റഡ് സപ്ലൈ ബാധകമായിട്ടുള്ളത്. ഒന്ന് എക്സ്പോർട്ടിനും, രണ്ട് സ്പെഷ്യൽ എക്കണോമിക് സോണിനും. ഇനി എക്സംപ്റ്റഡ് സപ്ലൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും GST എന്ന് പറയുന്ന ടാക്സ് സിസ്റ്റത്തിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയ ഗുഡ്സ് സപ്ലൈ ചെയ്യുന്ന ബിസിനസ്സുകാരെ ആണ് എക്സംപ്റ്റഡ് സപ്ലൈയിൽ വരുന്നത്. അവർക്ക് എന്നുള്ള റൈറ്റ് ഇല്ല, ഒരിക്കലും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാനുള്ള റൈറ്റ് ഇല്ല. എന്നാൽ സീറോ റേറ്റഡ് സപ്ലൈയിൽ നിന്നുണ്ട് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ പഠിച്ചാണ് നമ്മുടെ GST നെറ്റ്വർക്കിനെ പറ്റി. അതുപോലെ തന്നെ നമ്മൾ പഠിച്ച ഒരു കാര്യമാണ് എന്താണ് CBSE എന്ന് പറയുന്നത്, ദ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് കസ്റ്റംസ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടീസുമാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, എനിക്ക് പറഞ്ഞിരിക്കുന്ന ഭാഗത്ത് എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. Thank you.